ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടിയാണ് ദേ ഈ ഒരു ഫ്ലവർ കണ്ടോ, ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ അൽഹംദുലില്ലാ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുഴുവൻ കഴിഞ്ഞൊന്നും ചോദിച്ചാൽ ഇല്ല, എന്നാലും ഒരു വിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ സ്റ്റെയർ കേസ് കയറിപ്പോകുന്ന ഭാഗത്ത്, അതായത് സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അവിടെയായിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു തോന്നൽ. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വയറും അതുപോലെ സോഫ്റ്റ് ക്ലോത്തും ഒക്കെ. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം. ഇതേപോലെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുപ്പി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. ഈ ഒരു സംഭവം കൽബ എന്നാണ് കേട്ടോ സാധനത്തിന് പറയുന്നത്. നിങ്ങളതിൽ പ്ലെയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. കൈ വെച്ചിട്ട് ചെയ്യാൻ നിന്നാൽ കുറച്ച് കട്ടിയുള്ള കമ്പിയാണ്, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് ഒടിച്ച് മടക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്താണ് എൻ്റെ മുഖത്ത് ഇത്ര ഗൗരവം എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തൊരു പണി ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ അതേ ഇതേപോലെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോഫ്റ്റ് ക്ലോത്ത്, അതായത് റോസ് കളർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. റോസ് കളർ ആയതുകൊണ്ടും എൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയിൽ അത് തോന്നുന്നു എനിക്കറിയത്തില്ല. പക്ഷേ റിയലായിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഒരു കുറേയധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി ഭംഗിയായിരിക്കും. ഞാൻ ആകെ 4 ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതൊന്ന് വെച്ച് നോക്കട്ടെ, അത് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയെന്നൊക്കെ നോക്കിയിട്ട് ബാക്കിയും കൂടി ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഹെയർ എക്സസറീസ് ചെയ്ത സമയത്ത്, അതായത് ഹെയർ ബോ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. കുറേ പേരും അതിൽ ഡൗട്ട് ചോദിച്ചു കേട്ടോ. ഹെയർ ബോയൊക്കെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ തലയിൽ അത് കൊള്ളില്ലേ എന്നുള്ള കാര്യം. ഇല്ല, കാരണം ആ ഒരു കമ്പി താഴെ ഭാഗത്ത് വരാണ്ട് മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ തലയിൽ കൊള്ളില്ല കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഈ തുണി വെച്ചിട്ട് തന്നെ ഒന്ന് കവറും കൂടെ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് ഈ 3 പെറ്റൽസ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് 3ഉം കൂടി വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കണം. ഇതിൻ്റെ ഇടയിൽ അന്നമ്മയും റൈഹും വന്നിട്ട് എന്തൊക്കെയോ കുരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ട്. അതാണ് കേട്ടോ അവരെ ഇടയ്ക്ക് നോക്കുന്നത്. അപ്പോൾ ഇതേപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊട്ടിക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ, കൈ ചിലപ്പോൾ പോവും. പിന്നെ ഇതേപോലെ നമുക്കൊന്ന് സെൻറ്റർ നടു മടക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ലീഫാണ്. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പി എടുത്തിട്ട് 2 ലീഫ് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. നീളത്തിനുള്ള ലീഫാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പെറ്റൽ ചെയ്തതുപോലെ റൗണ്ട് ഷേപ്പ് വേണമെങ്കിലാണ് നമ്മൾ എന്തെങ്കിലും റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുന്നത്. ഇത് ചുമ്മാ ഇങ്ങനെ ആക്കി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കുക. ഈ കൽബ ഭയങ്കര ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് ഗ്രീൻ നമ്മുടെ സോഫ്റ്റ് ക്ലോത്ത് ചുറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ 3 കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലാഗിൻ്റെ കളേഴ്സ് കുറേ പേര് കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ട് ഈ ഒരു ടൈപ്പ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് എന്താണ് ഹെയർ എക്സസറീസിനെ കുറിച്ച് പറയുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതലും ചെയ്തിരുന്നത് ഹെയർ എക്സസറീസിൻ്റെ മേക്കിങ്ങും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെയിലും ആയിരുന്നു കേട്ടോ. അതാണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ കിറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 190, 210 അങ്ങനെ കിറ്റുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ദേ ഈ ഒരു സംഭവം മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എടുത്തേക്കുന്നത് ദേ ഇതുപോലെ ഈർക്കിലിയാണ്. 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു കട്ടി കിട്ടില്ലല്ലോ. അതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ട് ആദ്യം ഫ്ലവർ വെച്ചിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. നല്ല വൃത്തിയായിട്ടൊന്ന് കെട്ടിയെടുക്കുക. കുഞ്ഞ് കമ്പി ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, അതായത് കുറച്ച് കമ്പി ഇങ്ങനെ എക്സ്ട്രാ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇറക്കി കെട്ടി കൊടുക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം ബാലൻസ് നൂല്. എന്നിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് അച്ചലം പുച്ചലം ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കുക. നല്ല വൃത്തിയായിട്ട് കട്ടിക്ക് തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. ഒരുപാട് കട്ടിക്ക് ചുറ്റണ്ട. പൈസ ലാഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെയർ മാത്രമായിട്ടും ചുറ്റിയെടുക്കാം. ഇതേപോലെ ഒന്ന് മുകൾ ഭാഗത്ത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ടേപ്പ് ചുറ്റുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വലിച്ച് ചുറ്റുക കേട്ടോ. ഒരുപാട് വലിച്ചിട്ടുണ്ടെങ്കിൽ കീറിപ്പോവും. കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ചുറ്റി വരിക. ഓക്കെ, അല്ല ഒട്ടിയിരിക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ലീഫും കൂടി വെച്ച് കൊടുക്കാം. എത്ര ലീഫാണോ നിങ്ങൾക്ക് ഒരു ഇതിൽ വെക്കേണ്ടത് അത്രയും ലീഫ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ലീഫാണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് വലിയ ലീഫായതുകൊണ്ട് 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരെണ്ണം വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ വീട് നമുക്ക് തന്നെ ഇതുപോലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അലങ്കരിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഹെയർ എക്സസറീസ് ചെയ്യുമ്പോൾ അത് കൊള്ളാം എന്ന് മറ്റൊരാൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ഞാൻ പറയാറില്ലേ, സെയിം തന്നെയാണ് കേട്ടോ. നമ്മൾ ഏത് വർക്ക് ചെയ്താലും മറ്റൊരാൾ വന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ചോദിക്കുകയും അത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അതനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ അത് ഹെയർ എക്സസറീസിൽ മാത്രമല്ല ഏത് വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ചുറ്റിയെടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലവർ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ചെടിച്ചട്ടി, നമുക്കൊരു ചെടിച്ചട്ടിയിൽ വെക്കണമല്ലോ, ആ ഒരു സംഭവം ഇതിന് മുന്നേ ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ വെച്ചേക്കുന്നത് നമ്മുടെ കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡിൽ 4 ഫ്ലവറാണല്ലോ ഉള്ളത്. അപ്പോൾ 4 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് ഇറക്കി വെക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മണലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫില്ല് ചെയ്യേണ്ടി വരും, വീടിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ മണ്ണും അങ്ങനെയുള്ളതൊന്നും വേണ്ട. പാരീസ് അല്ലെങ്കിൽ നമ്മുടെ കുമ്മായം ഇല്ലേ, ആ ഒരു സംഭവം ഇട്ടിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അതുമൊക്കെ ചിലവായതുകൊണ്ട് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഒരു സംഭവം. എന്നിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇഡ്ഡലി പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു സംഭവം നമ്മൾ പുട്ടിയടിക്കുന്ന ആ ഒരു സാധനമില്ലേ, കുമ്മായം, അത് തന്നെയാണ് സാധനം എന്നാണ് എൻ്റെ വിശ്വാസം. വൈറ്റ് സിമെൻറ്റ്. ഓക്കെ, ആ ഒരു സാധനം വെച്ചിട്ട് ഇതേപോലെ തന്നെ ഷേപ്പുകൾ ഉണ്ടാക്കി ഇന്നലെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നായപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് വാർണിഷ് അടിച്ചിട്ട് എടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഗ്ലേസിങ് കിട്ടും. ഇപ്പം ഞാനത് ചെയ്തിട്ടില്ല, നെക്സ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെടിച്ചട്ടി മൊത്തത്തിൽ നിറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഫ്ലവേഴ്സും അതുപോലെ നമ്മുടെ സ്റ്റോൺസും ചെടിച്ചട്ടിയും ഒക്കെ ഇഷ്ടമായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി ഫ്ലവേഴ്സിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ ഭംഗി ഉണ്ടാവും എന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് സ്ഥാനം മാറ്റി ഇവിടെ ഒന്ന് വെച്ച് നോക്കിയിട്ടോ. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് നോക്കിയതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും പറയൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.